അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്ത് ഖുറൈശിലെ ആദ്യത്തെ 2 വചനങ്ങളിൽ അള്ളാഹു ഖുറൈശികൾക്ക് നൽകിയ യാത്രയിലെ സൗകര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്നാൽ അതിലെ അവസാനത്തെ 2 വചനങ്ങളിൽ ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്ന 2 ആയത്തുകളിൽ ആ അനുഗ്രഹങ്ങൾക്ക് പകരമായി മനുഷ്യൻ ചെയ്യേണ്ട കടമയെക്കുറിച്ചാണ് അള്ളാഹു ഉണർത്തുന്നത്. സൂറത്തിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുമ്പ് സൂറത്തിന്റെ ചെറിയൊരു മഹത്വം പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഖുറൈശികൾക്ക് അള്ളാഹു നൽകിയ പ്രത്യേകതകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. മഹദി ഉമ്മു ഹാനി ബിൻത് അബി താലിബ് റളിയല്ലാഹു അൻഹ, ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നു, ഫല്ലലല്ലാഹു ഖുറൈശൻ ബിസബ്ഇ ഖിസാലിൻ. അള്ളാഹു ഖുറൈശികൾക്ക് 7 കാര്യങ്ങളിൽ മുൻഗണന നൽകിയിട്ടുണ്ട്. മിൻഹ, 7ൽപ്പെട്ട ഒരു കാര്യമാണ് വ അന്നല്ലാഹ തആല അൻസല ഫീഹിം സൂറത്തൻ മിനൽ ഖുർആനി ലം യദ്ഖുൽ ഫീഹാ അഹദുൻ ഗൈറുഹും ലിഈലാഫി ഖുറൈശ്. മറ്റാർക്കും പങ്കില്ലാത്ത വിധം, മറ്റാരും ഉൾപ്പെടാത്ത വിധം അവർക്ക് വേണ്ടി മാത്രം അല്ലാഹു ഒരു സൂറത്ത് അവതരിപ്പിച്ചു. അതാണ് സൂറത്ത് ഖുറൈശ്. സൂറത്ത് ഖുറൈശിലെ 2ാം ഭാഗം 3-4 ആയത്തുകളെ കുറിച്ചുള്ള ചെറിയൊരു വിശദീകരണം. 3ാമത്തെ ആയത്ത് ഇങ്ങനെയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫല്യഅ്ബുദൂ റബ്ബ ഹാസൽ ബൈത്ത്. അതുകൊണ്ട് അവർ ഈ വീടിന്റെ അഥവാ കഅബയുടെ രക്ഷിതാവിനെ ആരാധിക്കട്ടെ. ചില പോയിന്റുകൾ നാം ഇവിടെ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, മുമ്പത്തെ ആയത്തുകളിൽ പറഞ്ഞ യാത്രയിലെ സുരക്ഷയും കച്ചവടത്തിലെ ലാഭവും അള്ളാഹു നൽകിയതാണ്. അതുകൊണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് പകരമായി അവർ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ കടപ്പെട്ടവരാണ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നാണ് അള്ളാഹു പറയുന്നത്. അതോടൊപ്പം ഈ ആയത്തിൽ പറഞ്ഞ ഒരു വിഷയമാണ് റബ്ബ ഹാസൽ ബൈത്ത്. അള്ളാഹു തന്നെത്താൻ ഈ വീടിന്റെ നാഥൻ എന്ന് വിശേഷിപ്പിച്ചു. ഈ വീട് ഏതാണ്? അത് കഅബയാണ്. ലോകം മുഴുവൻ അള്ളാഹുവിൻ്റെതാണെങ്കിലും കഅബയെ തന്നിലേക്ക് ചേർത്തി പറഞ്ഞത് അതിന് ഖുറൈശികൾ നൽകുന്ന ആദരവ് കണക്കിലെടുത്താണ്. നിങ്ങൾ ആദരിക്കുന്ന ഈ വീടിന്റെ യഥാർത്ഥ ഉടമസ്ഥനെ നിങ്ങൾ മറക്കരുത് എന്ന ഒരു താക്കീതും കൂടിയാണത്, ഒരു ഉണർത്തലും കൂടിയാണത്. തുടർന്നുള്ള ആയത്ത്, അവസാനത്തെ ആയത്ത്, അല്ലസീ അത്അമഹും മിൻ ജൂഅ് വ ആമനഹും മിൻ ഖൗഫ്. അർത്ഥം, അവൻ അള്ളാഹു പട്ടിണിയിൽ നിന്ന് അവർക്ക് ഭക്ഷണം നൽകുകയും ഭയത്തിൽ നിന്ന് അവർക്ക് അഭയം നൽകുകയും ചെയ്തിരിക്കുന്നു. അത്അമഹും മിൻ ജൂഅ് എന്ന് പറഞ്ഞാൽ വിശപ്പടക്കി എന്നാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, മക്ക കൃഷിയോഗ്യമല്ലാത്ത സ്ഥലമാണ്. എന്നിട്ടും അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയാൽ അവിടെ ഭക്ഷണം എത്തിച്ചു. മനുഷ്യന് സുഖമായി ആരാധന നടത്തണമെങ്കിൽ ആദ്യം വിശപ്പില്ലാതിരിക്കണം. മറ്റൊരു ഭാഗം വആമനഹും മിൻ ഖൗഫ്, ഭയത്തിൽ നിന്നുള്ള മോചനവും കൊടുത്തു. അഥവാ സൂറത്തുൽ ഫീൽ നാം പഠിക്കാനിരിക്കുന്ന ഒരു ചരിത്രമുണ്ട്, ഒരു സംഭവമുണ്ട്. അഥവാ അബ്രഹത്തിന്റെ ആനപ്പടയെ നശിപ്പിച്ചത്. അബ്രഹത്തിന്റെ ആനപ്പടയെ നശിപ്പിച്ചതിലൂടെയും ഹറം എന്ന പവിത്രത നൽകിയതിലൂടെയും ഖുറൈശികൾക്ക് അള്ളാഹു വലിയ സുരക്ഷിതത്വം അവിടെ നൽകി, ഭയത്തിൽ നിന്നുള്ള മോചനം നൽകി. അവർക്കിപ്പോൾ ആനപ്പടയുടെ ആക്രമണമോ വഴിയിലെ കവർച്ചക്കാരെയോ ആരെയും പേടിക്കേണ്ടതില്ല. അതൊന്നും അവരെ ബാധിച്ചിട്ടില്ല. അതിനാൽ നാം
നന്ദിയുള്ളവരാവണം. ഭൗതികവും ആത്മീയവുമായി നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ലഭിച്ചിട്ടുള്ള സൗകര്യങ്ങളിൽ നാം അള്ളാഹുവിൻ്റെ മുമ്പിൽ നന്ദിയുള്ളവരാവണം. ഭൗതികമായി നമുക്ക് പല സൗകര്യങ്ങളും ലഭിച്ചിട്ടുണ്ടാകും. ഭക്ഷണം, വീട്, ജോലി, ഇതെല്ലാം നൽകുന്നത് അള്ളാഹുവാണ്. ആ നൽകപ്പെട്ട അനുഗ്രഹങ്ങൾക്ക് ആത്മീയമായി നാം അവനോട് നന്ദിയുള്ളവരാവണം. മറ്റൊന്ന്, സമാധാനത്തിന്റെ വില പഠിപ്പിക്കുകയാണ് ഈ അധ്യായം. വിശപ്പില്ലാത്ത അവസ്ഥയും ഭയമില്ലാത്ത അവസ്ഥയും ഉണ്ടെങ്കിലേ ഒരാൾക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയും. ഈ രണ്ട് വലിയ അനുഗ്രഹങ്ങളും നൽകിയത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ വലിയ ദാനങ്ങളാണ് ഈ രണ്ട് വിഷയങ്ങളും. ദുനിയാവിൽ നാം ആസ്വദിക്കുന്ന ഏതൊരു ലാഭങ്ങളും അള്ളാഹുവിന്റെ ഔദാര്യത്തിന്റെ ഭാഗമാണ്. ആ ലാഭങ്ങൾ കണ്ട് യഥാർത്ഥ ലാഭമായ പരലോകത്തെയും അള്ളാഹുവിനെയും മറന്നു പോകരുത് എന്ന വലിയ സന്ദേശം ഈ അധ്യായം നമുക്ക് കൈമാറുന്നുണ്ട്. അതിനാൽ നമ്മുടെ വീടുകളിൽ ഭക്ഷണമുണ്ടെങ്കിൽ, നമുക്ക് ഭയമില്ലാതെ ഉറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ നാം അള്ളാഹുവിനോട് കടപ്പെട്ടവരാണ്. ആ നന്ദി നമ്മുടെ ഇബാദത്തുകളിലൂടെ കാണിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.